വളരെ റോ ആൻഡ് റിയൽ ആയിട്ട് വയലൻസ് കാണിക്കാതെ, ഭീതിതമായ കാര്യങ്ങളെ പച്ചയ്ക്ക് കാണിക്കാതെ, എഴുത്തിന്റെയും അഭിനയത്തിന്റെയും അവതരണത്തിന്റെയും പിൻബലത്തിൽ ഒരു സിനിമയ്ക്ക് നമ്മളെ ഞെട്ടിക്കാൻ സാധിക്കുമോ? സംശയമുണ്ടെങ്കിൽ ദ ഗേൾ വിത്ത് ദ നീഡിൽ എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണണം. ഹായ്, ഹലോ, നമസ്കാരം. ഡെൻമാർക്കിന്റെ ഈ വർഷത്തെ ഓസ്കാറിലേക്കുള്ള എൻട്രിയാണ് ദ ഗേൾ വിത്ത് ദ നീഡിൽ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മാഗ്നസ് വോൺ ഹോൺ എന്ന് പറഞ്ഞ സംവിധായകനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. സിനിമയുടെ ഭാഷ ഡാനിഷ് ആണ്. അതായത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചാണ് നമുക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. വാണിജ്യപരമായി ഈ സിനിമ വർക്കാവാൻ വേണ്ടി യാതൊരുവിധ വിട്ടുവീഴ്ചകളും ചെയ്യാതെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അത്രയും കഥയോട് വളരെ ലോയലായിട്ട് നിന്ന് അത്രയും കൃത്യതയോടെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയെ പറ്റി നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ IMDbയിലായാലും അല്ലെങ്കിൽ വിക്കിപീഡിയയിലായാലും ഇതിന്റെ ഒരു സിനോപ്സിസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ സിനിമ ജെനുവിൻലി കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ആ സിനോപ്സിസ് വായിക്കരുത് എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ സിനിമ കണ്ടതിന് ശേഷമാണ് അത് വായിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം കഥയുടെ ഭാഗങ്ങൾ ആ സിനോപ്സിസിൽ വന്നു പോകുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഈ സിനിമ കണ്ട കാരണം എനിക്ക് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ത്രെഡ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടുന്നതിനേക്കാൾ വളരെ ചുരുക്കി തന്നെ ഞാൻ ഇതിന്റെ ത്രെഡ് പറയാം. കഥയല്ല പറയുന്നത്, ആ പശ്ചാത്തലം എന്താന്ന് പറയാം. അതായത് 1919 ഒന്നാം ലോകയുദ്ധം അവസാനിക്കുന്ന ഒരു സമയത്തെ ഡെൻമാർക്കാണ് ഈ സിനിമയുടെ കഥാപശ്ചാത്തലം. അവിടെ കരോളിൻ എന്ന് പറഞ്ഞ ഒരു യുവതി ഫാക്ടറി തൊഴിലാളിയാണ്. അവരുടെ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടണം. അവരുടെ ലൈഫിൽ അവർക്ക് കുറച്ച് ചോയ്സുകൾ എടുക്കാനുണ്ട്, മൂവ് ഓൺ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ സിനിമ. അപ്പൊ ബേസിക്കലി കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് യുദ്ധം കഴിഞ്ഞ ഡെൻമാർക്കും ഈ യുവതിയും ആ യുവതിയുടെ ഒരു ജേണിയാണ്. ഈ 1919 എന്ന കാലഘട്ടത്തെ കാണിക്കാൻ വേണ്ടിയായിരിക്കണം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി വളരെ ഭംഗിയിൽ വർക്കായിട്ടുണ്ട്. ഇപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ മലബാറിനെ കാണിക്കാൻ വേണ്ടി ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത പോലെ ഈ സിനിമയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ചോയ്സ് അതിഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലത്തെ ചില ഫ്രെയിംസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഭംഗി വൻ കിടിലാണ്. പടത്തിന്റെ മൂഡിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ അവിടെ നിൽക്കട്ടെ. ഈ കഥ പറയുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സിനിമ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് യുദ്ധം എന്ന് പറഞ്ഞ ഒരു സംഗതി ഒരു സമൂഹത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം വളരെ എവിഡന്റ് ആയിട്ട്, എന്നാൽ ഉച്ചത്തിൽ വിളിച്ചു പറയാതെ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇപ്പൊ ആ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാത്ത മനുഷ്യർക്ക് പോലും വളരെയധികം ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അത് ഫിനാൻഷ്യലിയും സോഷ്യലി എല്ലാം ഉണ്ട്. അതായത് ധനികനും ദരിദ്രരും തമ്മിൽ ഓൾറെഡി സമൂഹത്തിൽ ഒരു അന്തരമുണ്ട്. ഒരു യുദ്ധം വരുമ്പോൾ ധനികര് വരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദരിദ്രന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കാലോ. അപ്പോൾ അത് ഫിനാൻഷ്യലി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഫിനാൻഷ്യലി ഉണ്ടാകുന്ന പ്രശ്നം സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുന്ന ആ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയെ വരെ സത്യം പറഞ്ഞാൽ ഒരു യുദ്ധം ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമയുടെ കഥ എടുത്ത് നോക്കുമ്പോൾ, കരോളിൻ എന്ന് പറഞ്ഞ യുവതിയുടെ ആ ജേർണി എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതായത് ഫിനാൻഷ്യലി അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സോഷ്യലി അതുകൊണ്ട് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവർക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ ഇവരും ഈ യുദ്ധക്കെടുതി മൂലം ഉണ്ടാകുന്ന അവസ്ഥ കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതൊരു നോർമൽ അവസ്ഥയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല. അപ്പോ കരോളിൻ എന്ന് പറഞ്ഞ യുവതിയുടെ കഥയാണ് ഈ സിനിമ പറയുന്നതെങ്കിലും സത്യത്തിൽ ഒന്നാം ലോക യുദ്ധം ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ എങ്ങനെ സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സിനിമ അഡ്രസ് ചെയ്യുന്നുണ്ട്. അത് അവർ എടുത്തു പറയുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ സൂക്ഷിച്ചൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സിനിമയുടെ ജോണർ ഷിഫ്റ്റ് ആവുന്നതും ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ്. സിനിമ തുടങ്ങുമ്പോൾ യുദ്ധക്കെടുതിയിലുള്ള ഡെൻമാർക്ക്, അവിടുത്തെ ഒരു യുവതി, അവർ സാമൂഹികപരമായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച. പിന്നീട് മുൻപോട്ട് പോകും തോറും അതൊരു സൈക്കോളജിക്കൽ ഡ്രാമ എന്നുള്ള ലെവലിലേക്ക് സിനിമ മാറുകയാണ്. കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൊറർ എലമെന്റ്സ് കൂടി സിനിമയ്ക്ക് വരുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉള്ള ഹൊറർ ഉണ്ടെന്നല്ല പറയണത്, കുറച്ച് പേടിപ്പെടുത്തുന്ന, നമ്മളുടെ ഉള്ളിൽ നടുക്കമുളവാക്കുന്ന കുറച്ച് കഥാസന്ദർഭങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര പേടിയൊക്കെ നമുക്ക് തോന്നാം. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് സിനിമ കടക്കും. അത്രയും ഉദ്വേഗജനകമായിട്ട് എന്നാൽ ഭയങ്കര ഫാസ്റ്റ് പേസിങ് അല്ലാത്ത കിടിലൻ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയുടെ. സത്യം പറഞ്ഞാൽ സാങ്കേതിക മികവ്, അതായത്
ടെക്നിക്കൽ പ്രവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു കഥ പറയുന്നതിൽ സിനിമയെ എത്രത്തോളം എലിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഈ സിനിമ. ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് കിടിലാണ്. അതിപ്പോൾ ആർട്ട് വർക്ക് ആയാലും സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ പൊള്ളിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് ഡിസൈൻ, ഈ വക സാധനങ്ങൾക്കൊക്കെ ഒട്ടും കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ കഥയ്ക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതാ സ്റ്റോറി ടെല്ലിങ്ങിനെ എലിവേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ടെക്നിക്കൽ മികവ് എലിവേറ്റ് ചെയ്യുന്നത് ഗംഭീരാണ്. നമ്മൾ ഈ സിനിമ കണ്ട് സിനിമ അവസാനിക്കുന്ന സമയത്ത് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് എന്ന് കാണാം. അപ്പോഴാണ് ഇത് നടന്ന കുറച്ച് സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്ത സിനിമയാണെന്ന് മനസ്സിലാവുക. നിങ്ങൾ ഒരിക്കലും ഈ ഗേൾ വിത്ത് ദ നീഡിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി എന്താണെന്നോ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത സംഭവം എന്താണെന്നോ ഒരിക്കലും പടം കാണുന്നതിന് മുമ്പ് സെർച്ച് ചെയ്യരുത്. അത് സ്പോയിലറായി പോവും. എനിക്കും അറിയില്ലായിരുന്നു. ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് എന്ന് കണ്ടതിന് ശേഷം ഞാൻ വെറുതെ ഗൂഗിളിൽ തപ്പി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ എന്താണെന്ന് തപ്പി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ആക്ച്വലി ഡെൻമാർക്കിൻ്റെ ഹിസ്റ്ററിയിലെ ഒരു കറുത്ത അധ്യായത്തിൻ്റെ പുനർവായനയാണ്. അപ്പോൾ ഗംഭീര പടം, ഗംഭീരമായിട്ട് എനിക്ക് വർക്കായ ഒരു സിനിമയാണ്. ഒരു സിനിമ പ്രേമി എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത് മുബി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ്. ഇനി മുബിയുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത് എവിടെ കിട്ടുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എവിടെയായാലും കണ്ടു നോക്കുക. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം ഒരു വലിയ സ്ക്രീനിൽ അത്യാവശ്യം നല്ല സൗണ്ട് സെറ്റപ്പിൽ ഇരുന്ന് കണ്ടാൽ അത്രയും നല്ലത്. അടിപൊളി. അപ്പോൾ ഓസ്കാറിന് ഇത്തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമകളുടെ ഒരു മാരത്തോൺ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ഓസ്കാർ ചിത്രമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അപ്പം കാണാം.